മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തിൽ പങ്കെടുക്കുന്നത്. സ്വാഗതം ശ്രീ കെ മുരളീധരൻ. ഒരുപാട് നാളായി ഒന്ന് സംസാരിക്കണം നേരിട്ട് എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നത് വയനാട്ടിലെ ക്യാമ്പായിരുന്നു. ഈ ക്യാമ്പുകൾ എന്ന് പറയുന്നത് സമീപകാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ ഈ കോഴിക്കോട് നടന്ന ക്യാമ്പിന് ശേഷം പാർട്ടിക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലത വന്നിട്ടുണ്ട്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് താങ്കൾ ബഹിഷ്കരിക്കുകയാണല്ലോ ചെയ്തത്. ഞാൻ ബഹിഷ്കരിച്ചല്ല, ഞാനത് മനഃപൂർവ്വം വിട്ടതെന്നാണ്. കാരണം അവിചാരിതമായൊരു തോൽവി തൃശ്ശൂരുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനേക്കാളും നല്ലത് ചർച്ച ചെയ്യാതിരിക്കുകയാണ്. സംഭവിക്കേണ്ട കാര്യം സംഭവിച്ചു. ജാഗ്രത കുറവ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇനി അത് വീണ്ടും ചർച്ച ചെയ്ത് അത് കൂടുതൽ വഷളാക്കുന്നതിനേക്കാൾ നല്ലത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ ചർച്ച വേണ്ട. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് ഉണ്ടല്ലോ. റിപ്പോർട്ട് പാർട്ടി ചർച്ച ചെയ്തോട്ടെ, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അന്വേഷണം. അതുകൊണ്ട് തന്നെയാണ് മാറിയത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജയവും പിന്നെയുള്ള ഈ ഒരു തോൽവിയും അതുപോലെ തന്നെ ആലത്തൂരിലെ തോൽവിയും ഈ രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണല്ലോ. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് ഈ ക്യാമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയുമാണ്. അപ്പോൾ തൃശ്ശൂരിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അത് ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ഞാനൊരു കാര്യം പറയുന്നത്, കലക്ടർമാരെ മാറ്റുന്ന പോലെ സ്ഥാനാർത്ഥികളെ മാറ്റിയാൽ അത് ഭാവിയിലും ദോഷമുണ്ടാവും. ഇപ്പോൾ ഞാൻ വടകരയിൽ എൻ്റെ എല്ലാ വർക്കും പൂർത്തീകരിച്ചു. മാർച്ച് 10 കൺവെൻഷൻ തീരുമാനിച്ചു. മാർച്ച് 9 വരെ എം പി എന്നുള്ള നിലയ്ക്കുള്ള പരിപാടികളുടെ ഒരുപാട് പരിപാടിയുടെ MP ഫണ്ടിൻ്റെ തറക്കല്ലിടൽ, ഉദ്ഘാടനം, അങ്ങനെയൊക്കെ ഒരുപാടൊക്കെ ചാർട്ട് ചെയ്ത് 7 രാത്രി ഞാൻ വരുമ്പോഴും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ചുമരെടുത്ത് തുടങ്ങി, പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് വന്നപ്പോഴാണ് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള മത്സരം വേണം, അതുകൊണ്ട് കെ മുരളീധരനാണ് നല്ലതെന്ന് അവിടെ സിറ്റിംഗ് മെമ്പറായിട്ടുള്ള പ്രതാപം പോലും പറയുന്നു. ആ നിലയ്ക്കൊന്ന് മാറി മത്സരിക്കണം എന്ന് സൂചിപ്പിച്ചു. മാത്രമല്ല, ഒരു കമ്മ്യൂണൽ ബാലൻസ് നോക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് സീറ്റ് നൽകണമെങ്കിൽ ഒന്നുകിൽ പിന്മാറിയ സുധാകരൻ്റെ സീറ്റ് കണ്ണൂർ നൽകണം, അല്ലെങ്കിൽ ആലപ്പുഴ നൽകണം. പക്ഷേ സുധാകരൻ്റെ സീറ്റിലൊരു മുസ്ലിം കാൻഡിഡേറ്റ് വരുമ്പോൾ തീയ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം ഇല്ലാത്തൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ മലബാറിലെ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തീയാണ്. ഇപ്പോൾ അതിലൊക്കെ കുറേ കോൺട്രവേഴ്സിയിൽ വന്നിട്ടുണ്ടല്ലോ, 2-2 പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2 സീറ്റാണ് ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നത്. അത് ഒന്ന് കണ്ണൂരും ഒന്ന് ആറ്റിങ്ങലുമാണ്. ഇപ്പോൾ സുധാകരൻ മാറുമ്പോൾ സെയിം കമ്മ്യൂണിറ്റിക്കാർക്ക് തന്നെ കൊടുക്കണം എന്നൊരു ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കേണ്ടത് ആലപ്പുഴയാണ്. പക്ഷേ ആലപ്പുഴയിൽ KC വേണുഗോപാലല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് എന്നാൽ വിജയസാധ്യത ഇല്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ KC കാരണം ഒരു സീറ്റും കളയാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എന്നെ തൃശ്ശൂർക്ക് മാറ്റുമ്പോൾ ഇവരൊരു ധാരണയുണ്ടായിരുന്നത് BJP ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു താല്പര്യം എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് തൃശ്ശൂർക്ക് വരിക. പക്ഷേ അത് സംബന്ധമായിട്ടുള്ള ഒരു വർക്കും അവിടെ നടന്നിരുന്നില്ല. ഞാൻ പറയുന്നത് ഇലക്ഷനിൽ ആരും കാലുവാരിയിട്ടൊന്നുമില്ല. പക്ഷേ 56,000 വോട്ടുകൾ BJP ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർക്കുകയും കഴിഞ്ഞ 5 വർഷം സുരേഷ് ഗോപി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിശദമായി പഠിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇത് രണ്ടുമാണ് സത്യത്തിൽ ആ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും വ്യക്തി കാലുവാരി എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ആരും കാലുവാരിയതല്ല. പക്ഷേ ജാഗ്രതക്കുറവ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ പറയുന്ന TN പ്രതാപൻ, താങ്കൾ വടകരയിൽ MP ആയിട്ട് തന്നെ വീണ്ടും വരാൻ പോകുന്നു, മത്സരിക്കാൻ പോകുന്നു എന്ന ഒരു സാഹചര്യമായിരുന്നുവല്ലോ. താങ്കൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നയാളാണ്. ഇതേ TN പ്രതാപൻ തന്നെ തൃശ്ശൂരിലും അതേ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ അദ്ദേഹം മാനസികമായി തയ്യാറായിരുന്നു. അപ്പോൾ അവസാനം അദ്ദേഹം വേണ്ടെന്ന് വെച്ച് പിന്മാറാനുള്ള കാരണം എന്തുകൊണ്ടാണ്? പത്മജയുടെ പെട്ടെന്നുള്ള BJPയിലേക്കുള്ള ചുവടുമാറ്റാണ് ഈ കാര്യങ്ങൾ താളം തട്ടിയത്. കാരണം പ്രതീക്ഷിക്കാത്തായിരുന്നല്ലോ, ഞാൻ പോലും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 5-ാം തീയതി മറ്റാണ് ഒരു തീരുമാനമെടുത്ത് BJPയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിൽ ചർച്ചയായി മൊത്തം കേരളത്തിൽ. പ്രത്യേകിച്ച് മൈനോറിറ്റീൻ്റെ ഇടയിൽ K കരുണാകരൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ വന്നപ്പോഴാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു തീരുമാനം കൂടിച്ചേർന്നെടുത്തത്.
അപ്പോൾ ഈ പത്മജ എന്നുള്ള ഫാക്ടർ അന്ന് തന്നെ KPCCയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പക്ഷേ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് സംസ്ഥാന കോൺഗ്രസിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അന്നും, അല്ലേ? കാരണം മറ്റൊന്നുമല്ല, പത്മജ എന്ന വ്യക്തിയുടെ കാര്യമല്ല, അവരുടെ സ്വാധീനം അല്ല. പക്ഷേ കരുണാകരൻ്റെ മകൾ, ആൻ്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയി. നാളെ പല കോൺഗ്രസ്സുകാരും 400 സീറ്റ് BJPക്ക് ലോക്സഭയിൽ കിട്ടിയാൽ ഇനിയും പല കോൺഗ്രസ്സുകാരും പോവും. അങ്ങനെയായിരുന്നു അന്ന് പ്രചരണം. ആ പ്രചരണത്തിന് മുനയൊടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് എന്നെ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് മാറ്റുന്നത്. പക്ഷേ തൃശ്ശൂരത്തെ അവസ്ഥ എന്താവും, കണ്ടസ്റ്റ് ചെയ്യാത്ത സ്ഥിതി എന്താവും എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയില്ല. എല്ലാം തിരക്കിട്ടൊരു തീരുമാനം. പക്ഷേ ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ഒരു പാർട്ടി എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അതൊരു അളവ് വരെ ശരിയുമാണ്. പലയിടങ്ങളിലും ബൂത്തിൽ വർക്ക് ചെയ്യുന്നതിന് പോലും ആളെ കിട്ടാറില്ല, അല്ലേ? അങ്ങനെ ഒരു ഉണ്ട്. സംഘടനാ സംവിധാനം എപ്പോഴും ഒന്നും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. പക്ഷേ അതില്ലാത്തപ്പോൾ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരും അതിൻ്റെ ഭാഗമായിട്ട് ഒഴുക്കിനൊത്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ തൃശ്ശൂരെന്ന് മാത്രമല്ല, തൃശ്ശൂരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലൊക്കെ ഈ ആൻറ്റി ഇൻകംബൻസി വേവിൻ്റെ പങ്ക് പറ്റാൻ ശക്തമായിട്ടുള്ള മറ്റൊരു സംവിധാനം ഉണ്ടായി. ഇപ്പം നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു വികാരമുണ്ട് കേരളത്തിൽ, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം, അതിൻ്റെ നമ്മൾ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. CPMൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ച മാത്രം നോക്കിയാൽ മതി. ഈ ഒന്ന്, സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണത്തിൻ്റെ ഭാഗമല്ല, അതിന് വിരുദ്ധനായിട്ടുള്ള ഒരാളാണ്. സംസ്ഥാന സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ്. 5 വർഷം അവിടെ പ്രവർത്തിച്ച ആളാണ്. 400 സീറ്റ്, ഇവിടെ 2ാം ഘട്ടമാണല്ലോ നമ്മുടെ ഇലക്ഷൻ. 400 സീറ്റ് കിട്ടുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് 2ാം ഘട്ടം. നേരെ മറിച്ച് ഒരു 5ാം ഘട്ടമായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ BJP വരില്ല, അപ്പോഴേക്കും ഒരു ട്രെൻഡ് വരക്കാൻ തുടങ്ങി. പക്ഷേ കേരളത്തിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ BJP വരാതിരിക്കാൻ കുറേ MP മാരെ ഞങ്ങൾ അയക്കുന്നു. പക്ഷേ അയച്ചിട്ടും കാര്യമില്ല, ഇവരൊക്കെ പ്രതിപക്ഷത്താണ് ഇരിക്കുക എന്നുള്ള ധാരണയിൽ തന്നെയാണ് എല്ലാവരും വോട്ട് ചെയ്യുന്നത്. പക്ഷേ തൃശ്ശൂരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. കുറേ കാലമായിട്ടൊരു കേന്ദ്രമന്ത്രിയിൽ നിന്നും തൃശ്ശൂരുകാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും BJP വരും, എന്നാൽ പിന്നെ വോട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോൾ അതേ ട്രെൻഡ് പക്ഷേ തിരുവനന്തപുരത്തും വരേണ്ടതായിരുന്നു. മാത്രമല്ല ശശി തരൂരിനെതിരെ ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോലും വലിയൊരു വികാരമുണ്ടായിരുന്നു. അവിടെ ശശി തരൂരിനെതിരെ പല കോൺഗ്രസ് നേതാക്കളും വന്നിട്ടുണ്ട് എന്ന രീതിയിൽ, പിന്നെ അദ്ദേഹത്തിന് പ്രചാരണ വാഹനങ്ങൾ തടയുന്നു, എങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതാണ്. കോസ്റ്റൽ ബെൽറ്റ് പൂർണ്ണമായിട്ടും, അതായത് കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ലാറ്റിൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും എൻ ബ്ലോക്കായിട്ട് തരൂരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. പക്ഷേ തൃശ്ശൂർ ലാറ്റിനല്ല, ധീവര സമുദായമാണ് കൂടുതൽ. ധീവര സമുദായം മൊത്തത്തിൽ ഒരു BJP ആയിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ. അതിപ്പോൾ കുറേ ആലപ്പുഴയിലും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും BJPക്ക് അനുകൂലമായി ചെയ്തു തൃശ്ശൂർ. രണ്ടാമത്തത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു വിഭാഗം, എനിക്ക് ആരാന്ന് തുറന്നു പറയുന്നതിൽ വിരോധമൊന്നുമില്ല, AP വിഭാഗം LDFനെ സഹായിച്ചു. അവർ UDFനെ സഹായിക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. അതാണല്ലോ BJPയുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നല്ലോ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. ക്രിസ്ത്യൻ നായർ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ BJPക്ക് അനുകൂലമാകും, അതുപോലെ തന്നെ എന്നാൽ മുസ്ലിം വോട്ടുകൾ ചെതറിപ്പോവും. അപ്പോൾ ഇത് വിശാലമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടിയിൽ ഇതുവരെ അത്തരമൊരു വിശാലമായ ചർച്ച നടന്നിട്ടില്ല എന്നാണ്. താങ്കൾ വിട്ടുനിന്നതുകൊണ്ട് വയനാട് ക്യാമ്പിലും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. കരുണാകരൻ്റെ മക്കൾക്കുള്ള ആ മതേതര മുഖം നഷ്ടമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് താങ്കൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന ധീവര സമുദായത്തിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പറ്റുമായിരുന്നു, AP വിഭാഗത്തിൻ്റെ പറ്റുമായിരുന്നു. കാരണം അങ്ങനെ ഒരു മതേതര മുഖമുള്ളയാളാണ് മുരളീധരൻ, അല്ലേ? അത് തകർന്നു എന്ന് പറയുമ്പോൾ താങ്കളെ ഇനി ഏത് സ്ഥലത്ത് കൊണ്ടുപോയി അവതരിപ്പിക്കാം എന്നുള്ള ആ ഒരു ഇമേജ്, പാർട്ടിക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കൂടിയല്ലേ? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, കരുണാകരൻ്റെ ഒരു സെക്യുലർ ഫേസ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ തൃശ്ശൂരിൽ ഇതൊന്നും പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയില്ല. നേരെ മറിച്ച് നേരത്തെ ഇങ്ങനെ ഒരു ഐഡിയ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതനുസരിച്ചൊരു വർക്ക് അവിടെ ബിൽഡപ്പ് ചെയ്യായിരുന്നു. അതിന് സമയം കിട്ടിയില്ല. ചെല്ലുന്നു, സ്ഥാനാർത്ഥിയാവുന്നു, 10-42 ദിവസം കൊണ്ട് ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശശി തരൂർ സിറ്റിംഗ് മെമ്പറാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ച് കാണാം, ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും സിറ്റിംഗ് മെമ്പർമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ സെക്യുലർ ഫേസ് ഒരിക്കലും മുരളീധരന് നഷ്ടപ്പെടില്ല. പക്ഷേ എല്ലായിടത്തും പോയിട്ട് നിൽക്കേണ്ട പ്രശ്നം ഇനി ഉദിക്കുന്നില്ല.
ഞാനൊരു കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. 100% എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കൂ. ഇപ്പോൾ അങ്ങനത്തെ ചിന്താഗതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കേണ്ടി വരും. ഇനി അങ്ങനെ അനുസരിക്കില്ല. കാരണം ഇനി അങ്ങനെ അനുസരിച്ചുകൊണ്ടുണ്ടായ തിക്താനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോൾ നേമത്ത് ഞാൻ മത്സരിച്ചതുകൊണ്ട് ഞാൻ BJPയുടെ ശത്രുവായി എന്നല്ലാതെ. പക്ഷെ അന്നൊരു കാര്യമുണ്ടായി, അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞു. പക്ഷേ BJPയുടെ ശത്രുവായതുകൊണ്ട് എന്താണ് കുഴപ്പം? BJPയുടെ ശത്രുവായതുകൊണ്ട് കുഴപ്പമില്ല. അതനുസരിച്ചൊരു മൈനോറിറ്റി സപ്പോർട്ട് നേമത്ത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഇത് കവർ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശശി തരൂരിന് കിട്ടിയ മൈനോറിറ്റി വോട്ട് നേമത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഈ 19,000 വോട്ടാണ് ഞാനും ശിവൻകുട്ടിയായിട്ടുള്ള ഡിഫറൻസ്, അത് ഞാൻ കവർ ചെയ്യുന്നു. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മതേതര മുഖം താങ്കൾക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന്. അതിലൊരു കാര്യം പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പത്മജ ഫാക്ടർ, കെ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയെങ്കിൽ മകൻ എന്തുകൊണ്ട് പോയിക്കൂടാ, അങ്ങനെ സംഭവിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. അതായത് നമുക്ക് ഈ ഹൃദയം തുറന്ന് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് സംശയിക്കുന്ന ചിലരുണ്ട്. അതിൻ്റെ ഒരു ദോഷമാണ്. എൻ്റെ നിലപാടൊരു മാറ്റവുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ സെക്യുലർ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആളാണ്. കെ കരുണാകരൻ്റെ സെക്യുലർ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനതാണ് പറഞ്ഞത്, പാർട്ടിയിൽ നിന്ന് ഇനി ഏതെങ്കിലും കുത്തിത്തിരിപ്പിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ BJPയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ പോവില്ല. ഞാനൊരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റ് നടത്തി വീട്ടിലിരിക്കും. അത് ഞാൻ പറയട്ടെ, അതായത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്? എന്നെക്കെതിരായിട്ട് ഒരു കുത്തിത്തിരിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ക്യാമ്പിൽ ഇല്ലാത്ത ചർച്ച നടന്നു എന്നുള്ള വാർത്ത വന്നത്. അത് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് അല്ലേ? അതെ, ക്യാമ്പിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ TN പ്രതാപനോ ഷാനിമോളോ ഇങ്ങനെ പരാതി അവിടെ പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും എന്നെ ഫോണിൽ വിളിച്ചു. പ്രത്യേകിച്ച് ഷാനിമോളൊക്കെ ഒരിക്കലും എന്നെ അവർ വിമർശിക്കില്ല. കാരണം കഴിഞ്ഞ 2019 ഞങ്ങളൊക്കെ ജയിച്ചു. ഞങ്ങൾ നിന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കുകയും ഷാനിമോൾ മാത്രം തോൽക്കുകയും ചെയ്തപ്പോൾ അന്ന് അവരെ ആദ്യം ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ച ആൾ ഞാനാണ്. കാരണം ഞാൻ ജയിച്ചവരെ വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് അല്ല ചെയ്തത്. ഞങ്ങളോടൊപ്പം നിന്ന് സ്ഥാനാർത്ഥിയായി ഞങ്ങളോടൊപ്പം ലോക്സഭയിൽ വരേണ്ട ഒരു സഹോദരി തോറ്റുപോയപ്പോൾ ഞാൻ അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു ആശ്വാസവാക്ക് താങ്കൾക്ക് ഇത്തവണ കിട്ടിയോ? KPC പ്രസിഡന്റ് എൻ്റെ വീട്ടിൽ വന്നു. രാഹുൽ ഗാന്ധി എന്നെ ഫോണിൽ വിളിച്ചു. VD സതീശനും KC വേണുകാലൊക്കെ ഫോണിൽ വിളിച്ചു. അത് വിളിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന ആ വാർത്തയുണ്ടല്ലോ, അതെന്തായാലും ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് തന്നെ പുറത്തു വരികയുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പുറത്തു വന്ന വാർത്ത അത് ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യവും അവർക്കുണ്ട്. കാരണം എന്തുകൊണ്ട് കെ മുരളീധരൻ ഇങ്ങനെ പാർട്ടിയെ ധിക്കരിച്ച് നടക്കുന്നു? അദ്ദേഹം ഇന്ന സ്ഥലത്തെ മത്സരിക്കുമെന്ന് ഇനി എന്തിന് വാശി പിടിക്കുന്നു? പാർട്ടിയുടെ ക്യാമ്പ് ബഹിഷ്കരിച്ച് അദ്ദേഹം നടക്കുന്നു തുടങ്ങിയ ഞാൻ പറയാം, എല്ലാം കൊണ്ട് നഷ്ടം ഉണ്ടായത് ആർക്കാ? ഇതിൽ ഈ പാർട്ടി പറഞ്ഞ എല്ലാം ഞാൻ അനുസരിച്ചു. പാർട്ടി പറഞ്ഞ സ്ഥലത്ത് പോയിട്ടൊക്കെ മത്സരിച്ചു. പക്ഷേ നഷ്ടമുണ്ടായത് കെ മുരളീധരന് മാത്രമാണ്. പാർട്ടിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. പാർട്ടി ഇലക്ഷനിൽ 20-ൽ 18 ജയിച്ചതിൻ്റെ ആഘോഷമാണ് പാർട്ടിയിൽ, നേതാക്കൾക്ക് ആഘോഷമാണ്. പക്ഷേ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് മാറിയത് കെ മുരളീധരനല്ലേ. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, മത്സരിക്കണം, എവിടെയെങ്കിലും പോയി മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ അതിനില്ല. ഞാൻ ഈ മത്സരിക്കേണ്ടതെന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ സന്തോഷം. ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത്, താങ്കൾ ഉൾപ്പെടെ, പാർട്ടി ഏത് സീറ്റ് പറയുന്നു അവിടെ ഞാൻ മത്സരിക്കും എന്നുള്ളതാണ്. സംശയമില്ലല്ലോ. എപ്പോഴും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇന്നയാൾ ഇന്ന സീറ്റിൽ മത്സരിക്കും, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? താങ്കളും അങ്ങനെ ആയിരിക്കുമല്ലോ പറഞ്ഞത്, ഹൈക്കമാൻഡ് പറയുന്ന അനുസരിക്കും ഇല്ലേ? KPCC തീരുമാനിക്കുന്ന ആ ലിസ്റ്റ് വരുമ്പോൾ അതേത് സീറ്റാണോ അത് ഞാൻ അംഗീകരിക്കും എന്നാണ്. അതല്ലേ അച്ചടക്കമുള്ള ഒരു പാർട്ടി? ഇനി അച്ചടക്കം ഞാൻ പാലിക്കും, പക്ഷേ മത്സരിക്കാൻ എനിക്ക് സാധ്യമല്ല. അച്ചടക്കവും മത്സരവുമായിട്ട് വ്യത്യാസമുണ്ട്. അല്ലാതെ പാർട്ടി പറയാണ് ഇന്ന സ്ഥലത്ത് പോയിട്ട് നാളെ പയ്യന്നൂർ മത്സരിക്കാൻ പറഞ്ഞാൽ എന്താ റിസൾട്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. മട്ടന്നൂർ മത്സരിക്കാൻ പറഞ്ഞാലത്തെ റിസൾട്ട് അറിയാലോ. ഇനി അങ്ങനത്തെ പരീക്ഷണം വേണ്ട. അപ്പോൾ പാർട്ടിക്ക് ഒരു 40% ഫൈറ്റിംഗ് ചാൻസ്. ഞാൻ 100% ഒരിക്കലും ഞാൻ പറയില്ല. ഇപ്പോഴും ഫൈറ്റ് ജയിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്, ദൈവം സഹായിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, രാജ്യസഭ ഒരിക്കലും ഞാൻ ചോദിക്കാത്ത ഒരാളാണ്. നാളെയും ഞാൻ ചോദിക്കില്ല. കാരണം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ, ഫൈറ്റ് വേണം ജയിക്കാൻ. പക്ഷെ താങ്കളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് അംഗീകരിക്കാൻ പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല അല്ലേ? താങ്കളിങ്ങനെ ഓടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ പറയുന്നത്, ആ ഫൈറ്റിംഗ് ചാൻസ് പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് നൽകേണ്ടത് പാർട്ടിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പം അത് കാണുന്നില്ല.
അല്ല അതെന്തുകൊണ്ടാണ് അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ഞാൻ രണ്ട് കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നുള്ളൂ. ഒന്ന്, ഒരു കാരണവശാലും ഞാൻ പാർട്ടി വിട്ടു പോവില്ല. രണ്ട്, ഇനി പാർട്ടി എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിലും ഞാൻ സ്വസ്ഥം ഗൃഹഭരണം എന്നുള്ള ആ രീതിയിലേക്ക് ഞാൻ പോകും. ഈ രണ്ട് കാര്യത്തിലും എൻ്റെ തീരുമാനം ഉറച്ചതാണ്. ഈ എന്താണ് ഇന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ, താങ്കൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും താങ്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഈ പാർട്ടി നേതാക്കൾ പറയുമ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് താങ്കൾ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം തിരിച്ചു വന്നയാളാണ്, ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും താങ്കൾ ആവർത്തിച്ചു തുടങ്ങി എന്നുള്ള രീതിയിലാണ്. കാരണം പാർട്ടി പറയുന്നത് കേൾക്കാതിരിക്കുക, പാർട്ടിക്കെതിരെ കാര്യങ്ങൾ പറയുക, സ്വയം തോറ്റതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഞാൻ പറയുന്നത്, ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ തോറ്റപ്പോൾ? ഞാൻ ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തിയോ? പക്ഷേ പാർട്ടിയുടെ മിഷനറി വർക്ക് ചെയ്തില്ല എന്ന് താങ്കൾ പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. പാർട്ടിയുടെ മിഷനറി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വർക്ക് ചെയ്യാത്തത് അതൊരു അച്ചടക്കലംഘനാണോ? നാളെ ആര് ചെന്നാലും ഈ സംഭവം ഉണ്ടാവില്ലേ? പാർട്ടിയുടെ മിഷനറി പ്രവർത്തിക്കാത്ത സന്ദർഭം വന്നാൽ ലോക്സഭ പോലെയല്ല പഞ്ചായത്ത്, നിയമസഭ, പഴയ അനുഭവങ്ങളില്ലേ? അത് തന്നെയല്ലേ പാർട്ടിയിലും പറയുന്നപ്പോൾ. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് താങ്കളെപ്പോലുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള നേതാവ് ഇത് തുറന്നു പറയണം. അതല്ലാതെ ഈ മാറി നിൽക്കുക ഞാൻ പറഞ്ഞത് ജനങ്ങൾ പോലും അത് ചോദിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഈ ക്യാമ്പിൽ വന്ന് വിമർശിക്കാനും ഒന്നും ഞാൻ ഒരു കൊല്ലത്തേക്ക് എവിടെയില്ല. അതേസമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഞാൻ സജീവമായിട്ടുണ്ടാകും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ടാവും. ഒരു കോൺഗ്രസ്സുകാരൻ എന്നാണ് എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ താങ്കൾ വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ പഴയ നിയോജകമണ്ഡലമാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ കാരണം അവിടെ ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ടായി. കാരണം ഞാൻ പോയതിന് ശേഷം ഒരു ഇലക്ഷൻ അവിടെ പാർട്ടി ജയിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ദൗത്യം ഞാനവിടെ മത്സരിക്കുക എന്നുള്ളതല്ല. അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇവിടെ BJPക്ക് 62 സീറ്റുകളിൽ ലീഡ് കിട്ടിയിട്ടുണ്ട് ഈ കോർപ്പറേഷനിൽ. അതിൽ വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 8000 വോട്ടാണ് പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ലീഡ് കിട്ടിയത്. അപ്പോൾ അവിടെ കോൺഗ്രസ്സിനെ തിരിച്ചു കൊണ്ടുവരിക, ആ വർക്കാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ പാർട്ടി താങ്കളെ അങ്ങനെ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടില്ല. അതെനിക്ക് സ്വയം ചെയ്യേണ്ടതാണ് ഞാൻ. കാരണം എന്നെ വിശ്വസിച്ച ഒരു ജനത, എന്നെ 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തൊരു ജനത, അവരോട് 3 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഞാൻ 2 വർഷം ഒരു സ്ഥാനവും ഇല്ലാതെ ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നു. അത് ഞാനും ആ വട്ടിയൂർക്കാവിലെ ജനങ്ങളാവുന്ന കുടുംബമായിട്ടുള്ള ബന്ധമാണ്. അതിനെനിക്ക് പാർട്ടിയുടെ ഒരു ഓതറൈസേഷൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് പാർട്ടിക്കാരെന്നുള്ള എനിക്ക് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് 2026 താങ്കൾ ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകാൻ താങ്കൾ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അല്ലല്ല തീരുമാനിക്കേണ്ടത്, അതൊക്കെ പാർട്ടിയെ തീരുമാനമെടുക്കും. താങ്കൾ അപ്പോൾ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് താങ്കൾ പറയുന്നു. വട്ടിയൂർക്കാവിൽ ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചാൽ പോരാ, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആ ഘട്ടത്തിലേക്ക് ഇപ്പോഴെത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ചുമതല എന്താ? ഇപ്പോൾ ചുമതല അതിന് തക്കവണ്ണം അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസി പാകപ്പെടുത്തി എടുക്കണ്ടേ. നാളെ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ഞാനല്ല മറ്റൊരാൾ വരികയാണ്. ഇനി LDF ഇനിയിപ്പോൾ LDF ആയിരിക്കില്ല, അവിടെ മത്സരം UDFും BJP ആയിട്ടായിരിക്കും. അപ്പോൾ അവിടെ പാർട്ടീനെ ഒന്ന് എന്താ പറയേണ്ടത്, ഒന്ന് സ്ട്രോങ് ആക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആ വർക്ക് ഞാൻ ചെയ്യുന്നു. അപ്പോൾ പക്ഷേ വട്ടിയൂർക്കാവ് അല്ലാതെ മറ്റൊരു മണ്ഡലത്തിൽ താങ്കളെ പരിഗണിക്കുകയാണെങ്കിൽ താങ്കൾ മത്സരിക്കില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും പോയി മത്സരിക്കുന്ന ഏർപ്പാട് ഇനിയില്ല. മറ്റു കാര്യങ്ങൾ പിന്നെ നമുക്ക് ആലോചിക്കാം. BJP സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന ലോക്സഭാ മണ്ഡലമല്ല, ഈ നിയമസഭാ മണ്ഡലം തന്നെ, പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം, അവിടെ BJPയാണ് ഇത്തവണ 1-ാം സ്ഥാനത്തെത്തിയത്, അവിടെ മത്സരിക്കൂ എന്ന് പാർട്ടി പറയുകയാണെങ്കിൽ താങ്കൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇലക്ഷനിലെ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ച് ഞാനിപ്പോഴും ആലോചിച്ചിട്ടില്ല. അതേ സന്ദർഭത്തിൽ പാർട്ടിയെ തിരുവനന്തപുരത്തെ ഈ വട്ടിയൂർക്കാവിൽ ശക്തിപ്പെടുത്തി പാർട്ടീനെ ഏൽപ്പിക്കുക, ബാക്കി കാര്യം പാർട്ടി ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ 2026 ഈ ശക്തമായ ഒരു പിണറായി വിരുദ്ധ തരംഗം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ട്. അത് UDF ഒരുപാട് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും പാർട്ടിയിലെ കെട്ടുറപ്പ്
ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഉതകുന്ന വിധത്തിൽ ഇപ്പോഴുണ്ടോ ഇല്ലയോ? മുൻപൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു LDF യും UDF തമ്മിൽ. ഇപ്പോൾ അങ്ങനെയല്ല, അവിടെ BJP എന്നൊരു ശക്തി വന്നിട്ടുണ്ട് എന്ന് എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് താങ്കളാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ക്യാമ്പിലെടുത്തിട്ടുള്ള തീരുമാനം. അത് വളരെ സ്വാഗതാർഹമാണ്. പാർട്ടിയുടെ സീനിയർ ആളുകളെ വെച്ചുകൊണ്ട് കോർപ്പറേഷനുകളിൽ വിജയം ഉണ്ടാക്കുക, പ്രാദേശികമായി മറ്റു നേതാക്കന്മാർക്ക് ചാർജ് കൊടുത്തുകൊണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിജയം ഉണ്ടാക്കുക. ഒരേ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉള്ള സമയത്ത് പോലും ഈ ഗ്രൂപ്പ് എപ്പോഴും കോൺഗ്രസിനെ ശക്തമാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് എപ്പോഴും നേതാക്കളും രാഷ്ട്രീയ വിലയിരുത്തലുകൾ നടത്തുന്നവരും പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പല്ല, വ്യക്തികളിലേക്ക് മാറിയിട്ടുണ്ടോ കോൺഗ്രസ് എന്നുള്ള സംശയം ശരിയുമാണല്ലോ. കാരണം വ്യക്തികൾ തമ്മിലുള്ള അത് ഈ ഗ്രൂപ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടായി? ഇപ്പോൾ കെ കരുണാകരനും AK ആൻ്റണിയും പേരിലാണ് ആദ്യം ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ആ ഗ്രൂപ്പ് അവരുടെ വ്യക്തിപരമായിട്ട് അവരുണ്ടാക്കിയ ഗ്രൂപ്പല്ല. കെ കരുണാകരനൊരു ശൈലി ഉണ്ടായിരുന്നു, AK ആൻ്റണിക്കൊരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലികൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും രണ്ടു പേർക്കും കോൺഗ്രസ് ജയിക്കണം എന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇവർ രണ്ടുപേരും തലപ്പത്തിരുന്ന് പാർട്ടിയെ നയിച്ച കാലത്ത് ഇവർ തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇലക്ഷനിൽ തോൽക്കില്ല. കാരണം രണ്ടുപേർക്ക് നിർബന്ധമാണ്, പാർട്ടി തോൽക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോരുത്തരുടെ ആളാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. അത് ശരിയല്ലല്ലോ. അങ്ങനെ അതൊട്ടും ശരിയല്ല. ചിലർ പറയും ഞാൻ ഇന്ന ആളുടെ കൂടെ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. പാർട്ടി ഇലക്ഷനിൽ പാർട്ടി ജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഏക മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ ജയിക്കാം. പക്ഷേ അവിടെ ഒരു പൊതുവായി ഇപ്പോൾ ഉള്ള ഒരു വികാരമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും രണ്ട് തട്ടിലാണ് എന്നുള്ള കാര്യമാണ്. അതൊട്ടും ശുഭകരമായ ഒരു കാര്യമല്ലല്ലോ. അവർ തമ്മിൽ പരസ്യമായിട്ട് ചില തർക്കങ്ങൾ വരുന്നു. ഈ കൂടോത്രം പോലെയുള്ള വിവാദങ്ങൾ പോലും അവർ തമ്മിലുള്ളതാണ് എന്ന രീതിയിലാണ് പുറമേ ആളുകൾ ചിന്തിക്കുന്നത്. എന്തിനാണ് ഇത്? പരസ്പരം ചർച്ച ചെയ്തോ അല്ലെങ്കിൽ ഒന്നിരുന്നോ പരിഹരിച്ച് പോകാവുന്നതാണല്ലോ. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനാണ് നിയമസഭയുടെ ചുമതല, അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. പാർട്ടി കാര്യങ്ങൾ സുധാകരനും നിർവഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ചെറിയ തർക്കങ്ങൾ പോലും വലുതാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അല്ല, വാർത്തകളല്ല, അത് വാർത്തകൾ മാത്രമല്ല. അത് പൂർണ്ണമായും ശരിയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കണ്ടു, എന്താണ് KPCC ഓഫീസിൽ കയറാനേ നിവൃത്തിയില്ല എന്ന് VD സതീശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. കാരണം രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്തവരോട് ഞാൻ ചോദിച്ചു, ഞങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം രണ്ട് വ്യക്തികൾ തമ്മിലാകുമ്പോൾ അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊരു പൊട്ടിത്തെറി പാർട്ടിയിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഇത് വാർത്തയായിട്ട് വരുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നത് എന്നറിയാമോ? ഇത് പരസ്യമായിട്ട് ഇവർ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റ് പദവി K സുധാകരന് തിരിച്ച് നൽകാതിരിക്കുന്നതിന് വേണ്ടി ശ്രമം നടന്നു എന്നുള്ള അന്ന് വാർത്തകളായിരുന്നുവല്ലോ. അത് ആളുകൾ വിശ്വസിക്കുവാൻ കാരണം അദ്ദേഹം സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ വരാതിരുന്നതാണ് പ്രതിപക്ഷ നേതാവ്. ഞാൻ ചോദിക്കട്ടെ, KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ, റെക്കോർഡിൽ അദ്ദേഹം തന്നെയാണ് KPCC പ്രസിഡന്റ്. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ചാർജ് വേറെ ആൾക്ക് കൊടുത്തു. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ഹരിപ്പാട് സ്ഥാനാർത്ഥി, ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ അസംബ്ലിയിലേക്ക്, അന്ന് തലേക്കുന്നൽ ബഷീറിനായിരുന്നു ചാർജ്. രണ്ടാമത് രമേശ് ചാർജ് എടുത്തു. ചാർജ് എടുത്തപ്പോൾ മറ്റേ എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഇങ്ങനൊരു വലിയ ആഘോഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആഘോഷം ഉണ്ടായിട്ടില്ല. K സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് ഇന്ദിരാഭവനിൽ രണ്ടാമതും വന്ന സമയത്ത് താങ്കൾ ശ്രദ്ധിച്ചതാണല്ലോ, എന്ത് വലിയ ആഘോഷമായിരുന്നു. ആ കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തുന്നു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ഞാൻ പറയാം, അത് കുറേ കൂടെയുള്ള കുറേ ആൾക്കാർ ആവശ്യമില്ലാണ്ട് ഒരു വിഷയം ഉണ്ടാക്കിയതാണ്. കുറേ ആളുകൾ ഇതൊരു ആഘോഷമാക്കി. അപ്പോഴാ ചാനലുകാരും ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരു ദൃശ്യം കേരളം കണ്ട് ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചതാണ്. ഇപ്പോൾ ഒരു കൂടോത്രം തേടി K സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും പോകുന്നു, അത് കണ്ടെടുക്കുന്നു, അത് നശിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ കൂടോത്രമൊക്കെ ഇങ്ങനെ പലരും പലതൊക്കെ കുഴിച്ചിട്ടുണ്ടാവും. നമ്മളാരും തുറന്നു നോക്കാറില്ല.
ഞാൻ എൻ്റെ വീട്ടിലത് ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. അവിടെ കിളയ്ക്കുന്ന നേരത്ത് പോലും ഇതൊരു സാധനം ഇതുവരെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ നശിപ്പിക്കാനുള്ള കൂടോത്രമാണെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തായാലും കാണുന്നതാണ് എൻ്റെ വിശ്വാസം. അതെന്തുകൊണ്ടാണ്? അല്ല, ഇങ്ങനെ വാർത്തകളില്ലാത്ത വാർത്ത കൊടുക്കുന്നവർക്ക് ഇതും ചെയ്യാലോ. പക്ഷേ ഇതുവരെ എനിക്ക് അനുഭവം ഉണ്ടായി. ഇല്ലാത്ത വാർത്തയല്ലല്ലോ, കാരണം ഇത് കണ്ടതാണ്, ദൃശ്യങ്ങളിൽ കണ്ടതാണ്. മാത്രമല്ല ഈ ഉണ്ണിത്താൻ തന്നെ പറയുകയാണ് കൂടോത്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന്. അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ, അതാണ് ജനങ്ങളുടെ ഒരു അവിശ്വാസത്തിന് കാരണമാകും. ഈ കൂടോത്രം അങ്ങനെ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല കൂടോത്രത്തിൽ. മാത്രമല്ല ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ കൂടോത്രം നമ്മളിപ്പോൾ ഒരാൾക്കെതിരായിട്ട് ചെയ്യുകയാണ്. ആ ചെയ്യുന്ന ആർക്കെതിരായിട്ടാണോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ജാതകവശാൽ നല്ല കാലമാണെങ്കിൽ ഈ വെച്ച കൂടോത്രം ആരാണ് അവർക്ക് തിരിച്ചടിക്കും. അങ്ങനെയുണ്ട് ഇതിൻ്റെ ശാസ്ത്രം. അല്ല, അങ്ങനെയുണ്ടാവും. ഇപ്പോൾ എക്സ് വൈക്കെതിരായിട്ട് കൂടോത്രം ചെയ്യുന്നു. വൈക്കാണെങ്കിൽ നല്ല കാലമാണ് ജാതകപ്രകാരം. അപ്പോൾ വൈക്ക് എതിരായിട്ട് കൂടോത്രം ചെയ്താൽ അത് എക്സിന് തിരിച്ചടിക്കും ഈ കണക്ക് ശരിയാണെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത്. കെ സുധാകരൻ ഇപ്പോൾ നല്ല കാലമാണ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അത് പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കൂടോത്രം വെച്ച ആൾക്ക് തിരിച്ചടി ഉണ്ടാകും. ഈ ശാസ്ത്രം അനുസരിച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ തിരിച്ചടി ഉണ്ടാവണം. ഞാൻ പിന്നെ വിശ്വസിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ കുഴിച്ചിട്ടാൽ എന്താ ഇപ്പോൾ കുഴപ്പം? എന്താ കുഴിക്കുന്നവൻ്റെ എന്താ പറയേണ്ടത്, അവരെ നേരം പോയിന്ന് ഒഴിച്ചാൽ ബാക്കി എന്താ ഉള്ളത്? ഇതൊക്കെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ശരി, നന്ദി ശ്രീ കെ മുരളീധരൻ.